പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ എന്തു പറയുന്നു? മർഗുകൾ എന്ന പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ഹായ് ഹലോ, വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 10th പ്രിലിംസിൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ മൊഡ്യൂൾ 2 ഇല്ലേ, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCERT അങ്ങനെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരമഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, അതെല്ലാം ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൂടാതെ 2025 2026 ഒക്കെ ചോദിച്ചിട്ടുള്ള മൊഡ്യൂൾ 2 ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാമല്ലോ. തുടക്കം നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് പോവാവേ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അല്ലേ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. പഠിച്ചിരിക്കണേ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇത്രയുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 7 കേട്ടോ. വലുപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. ഇന്ത്യയുടെ ഏകദേശം രേഖാംശീയ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ ഏകദേശം രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രി. ഇനി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇന്ത്യയുടെ നമ്മുടെ പ്രിലിംസിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അക്ഷാംശ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും എന്ന് പറയുന്നത്. എത്രയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്? കന്യാകുമാരി വരെയാണെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ് കേട്ടോ. ഏതാണ്? കന്യാകുമാരി വരെയാണ് അക്ഷാംശ വ്യാപ്തി ചോദിക്കുന്നതെങ്കിൽ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ്. ഇനി ഇന്ദിരാ പോയിന്റ് വരെയാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണ്? 6 ഡിഗ്രി 45 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. പഠിച്ചിരിക്കണേ അക്ഷാംശീയ വ്യാപ്തി. നമ്മുടെ ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് രേഖാംശീയ വ്യാപ്തി. എത്രയാണ്? 68 7 കൂടാതെ 97 25. പഠിച്ചിരിക്കണേ രേഖാംശീയ വ്യാപ്തി. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. 23.5 വടക്കാണ് കേട്ടോ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23.5 വടക്ക്. ഇന്ത്യയുടെ മാനക രേഖാംശം ചോദിക്കാറുണ്ട്. എത്രയാണ്? 82.5 കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 കിഴക്ക് രേഖാംശം. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂറാണ് മുന്നിൽ? എത്രയാണ്? 5.5 മണിക്കൂർ മുന്നിലാണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂറാണ് മുന്നിലായിട്ടുള്ളത്. ഇന്ത്യയുടെ വടക്കേയറ്റം ഏതാണ്? വടക്ക് ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ വടക്കേതാണ്? ഇന്ദിരാക്കോൾ. തെക്കാണെങ്കിൽ എന്താണ്? തെക്ക് താഴെ ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്ക് ഇന്ദിരാ പോയിന്റ്, വടക്ക് ഇന്ദിരാക്കോള്. കിഴക്കാണെങ്കിൽ കിബിത്തു. കിഴക്ക് കിബിത്തു. പടിഞ്ഞാറേറ്റമാണെങ്കിൽ ഗുഹാർ മോത്തി. പടിഞ്ഞാറേറ്റം ഏതാണ്? ഗുഹാർ മോത്തി. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കന്യാകുമാരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ ഏതാണ്? കന്യാകുമാരി. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് കേട്ടോ. വടക്കാണെങ്കിൽ ലഡാക്ക്, തെക്കാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ഈ ഉത്തരായന രേഖയുടെ അവിടെ നമ്മളൊരു കാര്യം വിട്ടുപോയി. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മറന്നുപോയതാണ് പറയാനേ. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കേട്ടോ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ, പ്രധാന അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായന രേഖ കടന്നു പോകുന്നത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കേട്ടോ. ഈ ഉത്തരായന രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അഹമ്മദാബാദാണ് കേട്ടോ. അഹമ്മദാബാദാണ് ഉത്തരായന രേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെഗാ നഗരമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് SCERTയിലേക്ക് പോകും. നമ്മുടെ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ആ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്.
അപ്പോൾ അത് നമുക്ക് SCERT തന്നെ ഡയറക്റ്റ് പഠിച്ചിട്ട് പോവാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായിട്ടുള്ള ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ പർവ്വതനിരയാണ് അല്ലേ. ലോകത്തിൻ്റെ മേൽക്കൂര ഏതാണ്? പാമീർ പർവ്വതനിര. അവിടെ നിന്നിട്ട് ഉത്ഭവിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചിരിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നാണ് എന്ത് എന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞിട്ടുള്ളത്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഉത്തരപർവ്വത നിരകൾ. എന്താണ്? ഇതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഉത്തരപർവ്വത നിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖലകൾ എന്ന് പറയുന്നത്. എന്താണ്? ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ട് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായിട്ടുള്ള ഭൂപ്രദേശമാണിത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഉത്തരപർവ്വത മേഖലയ്ക്ക് എന്താണ്? പ്രായം കുറവാണ്, ഉയരം കൂടുതലാണ്. എങ്ങനെയാണിത് രൂപപ്പെട്ടിട്ടുള്ളത്? ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ട് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ചിട്ട് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്കുള്ള ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. എങ്ങനെയാണ്? 2400 കിലോമീറ്റർ നീളത്തിൽ, പിന്നെ എങ്ങനെയാണ്? 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയിലാണിത് വ്യാപിച്ച് കിടക്കുന്നത്. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് എന്ത് എന്ന് പറയുന്നത്? ഉത്തരപർവ്വത എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ വലനം മൂലം രൂപപ്പെട്ടിട്ടുള്ള മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ഹിമാലയവും ആൽപ്സുമാണ്. ഹിമാലയം എന്താണ്? ഒരു മടക്ക് പർവ്വത നിരയാണ്. എങ്ങനെ? വലനം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയയിലൂടെ രൂപപ്പെട്ടിട്ടുള്ള മടക്ക് പർവ്വതമാണ് എന്ത് എന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ഈ ഭൂപ്രകൃതികളുടെ ഈ ഉത്തരപർവ്വത മേഖലയുടെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഇവിടെ ചെറിയൊരു പോയിന്റും കൂടെ പറയാനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് എന്ത് എന്ന് പറയുന്നത്? പർവ്വതങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിന് മുകൾ ഉയരമുള്ള ഭൂരൂപങ്ങളെ എന്തെന്ന് പറയുന്നു? പർവ്വതങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് നോക്കാം കേട്ടോ. ഏറ്റവും വടക്കാണ് ട്രാൻസ് ഹിമാലയം കാണുന്നത്. ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നിട്ടുണ്ട്? ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ട്രാൻസ് ഹിമാലയം എവിടെയാണ് കാണപ്പെടുന്നത്? ഏറ്റവും വടക്കാണ് കാണപ്പെടുന്നത്. ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? കാരക്കോറം നിരയാണ് കേട്ടോ. ഓർത്തിരിക്കണേ. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ഏത് പർവ്വത നിരയാണ് ബന്ധിപ്പിക്കുന്നത്? കാരക്കോറം നിരയാണ്. കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. നമ്മുടെ ട്രാൻസ് ഹിമാലയം എവിടെയാണ് കാണപ്പെടുന്നത്? വടക്കാണ് കാണപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് എന്ത് പറയുന്നു? ടിബറ്റൻ ഹിമാലയം എന്നും പേര് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇതിന് എത്ര ഉയരമാണുള്ളത്? 3000 മീറ്ററാണ് ട്രാൻസ് ഹിമാലയത്തിന് ഉയരമുള്ളത്. 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഇതെല്ലാം പോയിൻ്റാണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ തന്നാൽ നമ്മൾ പെടും. അപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോവാം.
ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളുണ്ട്. അതേതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിച്ചിരിക്കുന്ന 3 സമാന്തര പർവ്വതനിരകളാണ് എന്ന് പറയുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ഈ 3 ചേർന്നിട്ടുള്ളതാണ് എന്ത് പറയുന്നത്? ഹിമാലയം. ഈ 3 ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ചേർന്ന് ഉള്ള പർവ്വതനിരയെ എന്താണ് പറയുന്നത്? ഹിമാലയം എന്നാണ് പറയുന്നത്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. അപ്പോൾ സിവാലിക്കിൻ്റെ സ്ഥാനം എവിടെയാണ്? ഹിമാലയ നിരകൾക്ക് ഏറ്റവും തെക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സിവാലിക് സ്ഥിതി ചെയ്യുന്നത്. ഗംഗാ സമതലത്തിന് അതിരായിട്ടാണ് സിവാലിക് നിലകൊള്ളുന്നത്. ഇതിന് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഇതിനെ എന്ത് പറയുന്നു? ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു. അപ്പോൾ ഔട്ടർ ഹിമാലയം ഏതാണ്? സിവാലിക്കാണ്. ഔസ്തി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഔട്ടർ ഹിമാലയം ഏതാണ്? സിവാലിക്. ഇനി നമുക്ക് നോക്കാം ഹിമാചൽ. സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് എന്ന് പറയുന്നത്? ഹിമാചൽ എന്ന് പറയുന്നത്. സിവാലിക്കിന് വടക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാചലാണ്. ലെസ്സർ, ലഹി എന്ന് ആലോചിച്ചാൽ മതി. ലെസ്സർ ഹിമാലയ, ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാചലാണ്. ഔട്ടർ ആണെങ്കിൽ ഏതാണ്? സിവാലിക്കാണ്. ഔട്ടർ ഏതാണ്? സിവാലിക്കാണ്. പിന്നെ ലെസ്സർ ഏതാണ്? ഹിമാചലാണ്. ഓർത്തിരിക്കുക കേട്ടോ, എഴുതി വെച്ചേക്കണേ. ഇനി നമുക്ക് ഹിമാലയത്തിൻ്റെ രൂപീകരണം ഒന്ന് നോക്കാം, അറിഞ്ഞിരിക്കാം. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഇതിലെ ഈ തെതീസ് എന്ന് പറഞ്ഞിട്ടുള്ള സമുദ്രം നമ്മൾ മറക്കരുത് കേട്ടോ. ഹിമാലയ രൂപീകരണത്തിൽ ഹിമാലയം എങ്ങനെയാണ് ഉണ്ടായത്? 2 ഫലകങ്ങളുടെയും ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫലകവും അതുപോലെ തന്നെ യൂറേഷ്യൻ ഫലകവും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാലയം രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇതെന്താണ്? ഒരു മടക്ക് പർവ്വതമാണല്ലേ. ഇതെവിടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ഫലകവും യൂറോഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാലയം പൊന്തി വന്നു. കണ്ടോ? ഉണ്ടോ? ഇത് രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ കണ്ടോ? ഇത് ഇങ്ങോട്ട് കയറി അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് മേലോട്ട് പൊന്തി വന്നു. അങ്ങനെയാണ് ഹിമാലയ രൂപീകരണം നടന്നത്. ഇനി ഈ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരയ്ക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അങ്ങനെ 3 പ്രാദേശിക പ്രദേശങ്ങളായിട്ടാണ് നമ്മുടെ ഹിമാലയത്തെ വേർതിരിച്ചിട്ടുള്ളത്. ഈ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയിട്ടുള്ള താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ താഴ്വരനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയിട്ട് ഹിമാലയത്തെ എങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്? 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. മനസ്സിലാവുന്നുണ്ടോ? ഹിമാലയത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയിട്ട്, ഹിമാലയത്തിലൂടെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കിയിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 1 പടിഞ്ഞാറൻ, 1 മധ്യ ഹിമാലയം, 1 കിഴക്കൻ ഹിമാലയം. എല്ലാം കൂടി കൺഫ്യൂഷനായി പോകരുത്. ഹിമാലയത്തെയാണ് 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. കാശ്മീർ ഹിമാലയം,
ഹിമാചൽ ഹിമാലയം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം. നമ്മൾ പോകെ പഠിക്കട്ടോ, ഞാനത് കൺഫ്യൂഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ഹിമാലയത്തെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനമാക്കിയിട്ട് 3 രീതിയിൽ 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? പടിഞ്ഞാറൻ, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. മനസ്സിലാവുന്നുണ്ടോ? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തെ വീണ്ടും 3 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട് സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ. ഏതൊക്കെയാണത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെ താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളാക്കിയിട്ട് തരംതിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഹിമാലയത്തെ പടിഞ്ഞാറൻ, മധ്യം, കിഴക്കൻ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയം എവിടെ മുതലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡ് കിഴക്ക് കാളി നദി വരെയാണ് ഉൾപ്പെടുന്നത്. വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെയാണ് പടിഞ്ഞാറൻ ഹിമാലയം ഉൾപ്പെടുന്നത്. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഘടനയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാശ്മീർ ഹിമാലയം എന്തിലാണ് ഉൾപ്പെടുന്നത്? ട്രാൻസ് ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. ഈ കാശ്മീർ ഹിമാലയം എന്തിലാണ് ഉൾപ്പെടുന്നത്? ട്രാൻസ് ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയം കാശ്മീരിലും ലഡാക്കിലും എങ്ങനെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതിന് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത്. മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിര ഏതാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസ് എന്നിവയാണ്. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, കൈലാസ് എന്നിവയാണ്. ലോകത്തിലെ 2ാമത്തെ ഉയർന്ന കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം നിരയിലാണ്. മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ 2ാമത്തെ ഉയർന്ന കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 എവിടെ സ്ഥിതി ചെയ്യുന്നു? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ, ബോൾതാരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിയാച്ചിനും ബോൾതാരോയുമാണ് ആ പ്രദേശത്തെ പ്രധാന ഹിമാനികൾ എന്ന് പറയുന്നത്. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ രവി, ചലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സുഗമമായിട്ടുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഏത് ഹിമാനികളാണ്? സിയാച്ചിനും ബോൾതാരോയുമാണ് കേട്ടോ. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള, അപ്പോൾ സിന്ധു നദീൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? രവി, ചലം, ചിനാബ്. സിന്ധു നദി, രവി, ചലം, ചിനാബ്. അപ്പോൾ ഈ 3 പോഷക നദികളായിട്ടുള്ള ഈ രവി, ചലം, ചിനാബിലും എന്ത് ചെയ്യുന്നുണ്ട്? വർഷം മുഴുവൻ നല്ല രീതിക്കുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഏത് ഹിമാനികളാണ്? സിയാച്ചിനും ബോൾതാരോയുമാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നതിന് എന്ത് പറയുന്നു? പാസസ് അല്ലെങ്കിൽ ചുരങ്ങൾ എന്നാണ് പറയുന്നത്. പർവ്വതങ്ങളുടെ 2 ഭാഗവും ബന്ധിപ്പിച്ചിട്ട് ഗതാഗത യോഗ്യമാക്കുന്നത് ഏതാണ്? ചുരങ്ങളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക ഇടനാഴികളാണ് ചുരങ്ങളെന്ന് പറയുന്നത്. പെർപഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല. നമ്മൾ ചുരങ്ങൾ ഇതിലെ ഇടയിൽ പറയുന്ന ചുരങ്ങൾ അപ്പോഴേക്ക് എഴുതി വെച്ചിട്ട് പഠിക്കുക കേട്ടോ. കാരണം SCERT-യിലായതുകൊണ്ട് ഇതിങ്ങനെ വലിയൊരു പാരഗ്രാഫ് കണക്കെയാണ് തന്നിരിക്കുന്നത് അതിൽ. അപ്പോൾ അതേപോലെ ഞാൻ എടുത്തിരിക്കുകയാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാതിരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളിതിൻ്റെ ഇടയിൽ വരുന്ന ചുരങ്ങളൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബനിഹാൽ ചുരമാണ്. ജമ്മു പ്രദേശത്തെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ബനിഹാൽ ചുരം. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ താഴ്വരയിലെ ഒരു പ്രധാന തടാകം ഏതാണ്? ദാൽ തടാകമാണ്. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? ദാലാണ്. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിൻ്റെ കരയിലാണ് ചോദിച്ചാൽ ഏതാണ്? ദാൽ തടാകത്തിൻ്റെ കരയിലാണ്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഈ ദാൽ എന്ന് പറയുന്നത്. ദാൽ തടാകത്തിലെ ശിഖാര തോണികളും
ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. ദാൽ തടാകത്തിലെ തോണികൾക്ക് എന്താണ് പറയുന്നത്? ഷിക്കാര തോണികൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണ്? അവിടുത്തെ ഒരു ടൂറിസത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. പർവ്വത ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകൾ എന്തു പറയുന്നു? മർഗുകൾ എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. പർവ്വത ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ മർഗുകൾ എന്നാണ് പറയുന്നത്. ഇത് കാശ്മീർ ഹിമാലയത്തിലാണ് പെടുന്നത് അല്ലേ? മർഗുകൾ. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെ എന്തു പറയുന്നു? മർഗുകൾ എന്നാണ് പറയുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മർഗിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോനാമർഗും ഗുൽമാർഗും. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്ന ഒരു പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. അത് തണുപ്പ് സമയത്ത്, അതായത് ശൈത്യകാലത്ത് മഞ്ഞ് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ മർഗുകളിൻ്റെ മേലേക്ക്, പുൽമേടുകളല്ലേ, അപ്പോൾ പുൽമേടുകളുടെ മേലേക്ക് മഞ്ഞ് മൂടും. അപ്പോൾ ശേഷം അവിടെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുക? സ്കീയിങ് പോലുള്ള എന്താണ് വിനോദസഞ്ചി മഞ്ഞിലൂടെ ഇങ്ങനെ തെന്നി പോകുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതാണ് സ്കീയിങ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ സമയത്ത് അവിടെ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള രണ്ട് മാർഗിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, സോനാമാർഗും ഗുൽമാർഗും. ഇനി എന്താണ് ഹിമാലയം എന്ന് പറയുന്നത്? പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ് ആണ്. ചിനാബ്, രവി, ബിയാസ് ആണ് എന്ത് ഈ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഏതാ പറയുന്നത് എന്നറിയാലോ. നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ് തുടങ്ങിയവയാണ് കേട്ടോ. ഈ പ്രദേശത്തെ പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ദൗലാധാർ, പിർപ്പാഞ്ചൽ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ദൗലാധാർ, പിർപ്പഞ്ചൽ തുടങ്ങിയവയാണ്. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ എന്താണ്? ഈ ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ആ ഭാഗത്ത് കാണപ്പെടുന്നത് ഹിമാചൽ ഹിമാലയത്തിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവയാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബാരാലാച്ച ലാ ചുരവും കുളു താഴ്വരയെ ലാഹുൽ സ്പിത്തി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോത്താങ് ചുരവുമാണ് ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ച ലാ ചുരമാണ്. എഴുതി വെച്ചോട്ടോ. അതുപോലെ തന്നെ കുളു താഴ്വരേനെ ലാഹുൽ സ്പിത്തി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? റോത്താങ് ചുരമാണ്. ഇതെവിടെയാണ്? ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ് കേട്ടോ പറയുന്നത്. കുളു, കാംഗ്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ഷിംല, മണാലി തുടങ്ങിയവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചുടുനീരുറവകൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ അവിടുത്തെ താഴ്വരകൾ ഏതൊക്കെയാണ്? കുളു, കാംഗ്ര, ലാഹുളാണ് കേട്ടോ ഹിമാചൽ ഹിമാലയത്തിൽ താഴ്വരകൾ എന്ന് പറയുന്നത്. ഷിംല, മണാലി തുടങ്ങിയിട്ടുള്ള സുഖവാസ കേന്ദ്രങ്ങൾ എവിടെയാണ് ഉൾപ്പെടുന്നത്? ഹിമാചൽ ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത്. അതായത് ഹിമാചൽ പ്രദേശിൽ കേട്ടോ. ഷിംലയും മണാലിയും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഇനി എന്താണ് ചുടുനീരുറവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതൊക്കെ SCERT കൊടുത്തിട്ടുണ്ട്. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതിനെയാണ് ചുടുനീരുറവകൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വതങ്ങളിൽ ധാരാളം നീരുറവകൾ കാണാം. ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ന്യൂബ്ര താഴ്വര, മണികരൺ, ഗീർ ഗംഗ. ഈ 3 കേട്ടോ പറയുന്നത്. ന്യൂബ്ര താഴ്വര, മണികരൺ, ഗീർ ഗംഗ. അപ്പോൾ ഗീർ ഗംഗയ്ക്ക് എന്താണ്? ഒരു ചുടുനീരുറവയാണ് കേട്ടോ. ഈ നീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ മണികരൺ ചുടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം മണികരൺ ചുടുനീരുറവ എവിടെയാണുള്ളത്? ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയം.
സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. എവിടെ മുതലാണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയാണ് അതുവരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗം കൂമയോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ എന്ത് പറയുന്നു? ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗത്തെ എങ്ങനെ പറയുന്നു? കൂമയോൺ ഹിമാലയം എന്നുമാണ് പറയുന്നത്. നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയർന്ന മലനിരകൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയിട്ടുള്ള മലനിരകളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയിട്ടുള്ള ഹിമാനികളും അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങളായിട്ടുള്ള നൈനിത്താള്, ഭീംതാല് തുടങ്ങിയവയും ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്നുണ്ട്. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് പറയുന്നത് കേട്ടോ. ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായിട്ടുള്ള താഴ്വരകൾ എന്ത് പറയുന്നു? ഡൂണുകൾ എന്നാണ് പറയുന്നത്. അതിന് പ്രസിദ്ധം ഏതാണ്? ഡെറാഡൂണാണ് കേട്ടോ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂണാണ് ഈ ഡൂണിനൊരു പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധമായിട്ട് പറയുന്നത്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളതാണ്. ബുഗ്യാലുകൾ എന്താണ്? ഉത്തരാഖണ്ഡ് പർവ്വത മേഖലയിലെ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ എന്ത് പറയുന്നു? ബുഗ്യാലുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. അവിടുത്തെ ഗഡ്വാൾ മേഖലയിൽ നിന്നാണ് കേട്ടോ പറയുക. ഗഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ എന്താണ് പറയുന്നത്? ബുഗ്യാലുകൾ എന്നാണ് പറയുന്നത്. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദയാര ബുഗ്യാൽ, അതുപോലെ തന്നെ ഗോർസോൺ ബുഗ്യാൽ. ഇവയെല്ലാം എന്താണ്? ഈ ബുഗ്യാലുകൾക്ക് ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ഹിമാലയത്തിനെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനമാക്കിയിട്ട് 3 ടൈപ്പിൽ തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പം നമ്മളിപ്പോൾ നോക്കിയത് ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയമാണ് നമ്മൾ ഇത്ര നേരം നോക്കിയിരുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാലയത്തിനെ 3ആയിട്ട് തരംതിരിച്ചെന്ന് പറഞ്ഞല്ലോ. അതിൽ 2ാമത്തെ ഭാഗമായിട്ടുള്ള മധ്യ ഹിമാലയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഈ ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ആദ്യം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക. ആദ്യം ഹിമാലയം കൊടുക്കുക ഹെഡിങ്, വീണ്ടും അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഹെഡിങ് കൊടുക്കുക. വീണ്ടും അതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിന് താഴെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരില്ല. അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊരു കൺഫ്യൂഷനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് എന്തെന്ന് പറയുന്നത്? മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയാണ് എന്തുള്ളത്? മധ്യ ഹിമാലയം ഉള്ളത്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയുടെ ഭൂരിഭാഗവും എവിടെ തന്നെയാണ്? നേപ്പാളിലാണ്. അപ്പം മധ്യ ഹിമാലയത്തിൻ്റെ ഭൂരിഭാഗവും എവിടെയാണുള്ളത്? നേപ്പാളിലാണ്. അതുകൊണ്ട് ഇതിനെ എന്തെന്നും പറയുന്നുണ്ട്? നേപ്പാൾ ഹിമാലയം എന്നും മധ്യ ഹിമാലയത്തെ പറയുന്നു. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യ ഹിമാലയ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയായിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. കുതിച്ചൊഴുകുന്ന ടീസ്ത നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ആ സമയത്ത് അവിടെ കൊളോണിയൽ കാലത്ത് തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? തേയില കൃഷിയൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ മധ്യ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതിയേ. ചെറിയ ചെറിയ പോയിന്റുകളാക്കിയിട്ട് ഹെഡിങ് കൊടുത്തിട്ട് ചെറിയ ചെറിയ പോയിന്റുകളാക്കിയിട്ട് എഴുതിയെടുക്കുക. ഇനി നമുക്ക് നോക്കാം കിഴക്കൻ ഹിമാലയം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്ക്.
പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെക്കാട്ടിലും എന്താണ്, ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം ഉൾക്കൊള്ളുന്നത്. എവിടെയാണ്? ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കിഴക്കൻ ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടി ഏതാണ്? നാംചം പർവ്വയാണ് കേട്ടോ. നംചം പർവ്വ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ കിഴക്കൻ ഹിമാലയത്തിൻ്റെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നത് ഏതാണത്? അസം ഹിമാലയം എന്നാണ് അല്ലേ. ഈ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംചം പർവ്വയാണ് കേട്ടോ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംചം പർവ്വ. ബ്രഹ്മപുത്ര, കാമെങ്, സുബൻസിരി, ദിഹാങ് എന്നിവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമെങ്, സുബൻസിരി, ദിഹാങ് എന്നിവ എവിടുത്തെയാണ്? കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡിംഗ്ല, മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാന ചുരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോഡിംഗ്ല. അരുണാചൽ പ്രദേശിനെ ലാസയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോഡിംഗ്ല. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഫു. ഓർത്തിരിക്കുക കേട്ടോ, എഴുതി വെക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം പൂർവാചൽ കുന്നുകൾ. വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് കാണപ്പെടുന്ന ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് തെക്ക് ദിശയിൽ കാണപ്പെടുന്ന അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ ഉയരം കുറഞ്ഞ കുന്നുകളായിട്ട് കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത്? പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത്. 500 മുതൽ 3000 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരമായിട്ട് ഇതിൽ പറയുന്നത്. പട്കായി ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഏതൊക്കെയാണ് പൂർവാചൽ കുന്നുകൾ കാണപ്പെടുന്നത്? കുന്നുകൾ ഏതൊക്കെയാണ്? പട്കായി ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറാം എന്നീ പ്രദേശങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂർവാചൽ കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറാം എന്നീ പ്രദേശങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂർവാചൽ കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, സത്ലജ് ആണ് കേട്ടോ. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, സത്ലജ്. ചലിക്കുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കെയ്ബുൾ ലംജ. ആ ചലിക്കുന്ന ദേശീയോദ്യാനത്തിന് പറയുന്ന പേരാണ് കെയ്ബുൾ ലംജാവോ എന്നുള്ളത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ലോക്തക് തടാകത്തിലാണ് കേട്ടോ. ചലിക്കുന്ന ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. എന്താണ് അതിൻ്റെ പേര്? ആ ദേശീയോദ്യാനത്തിൻ്റെ കെയ്ബുൾ ലംജാവോ എന്നാണ് അല്ലേ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളെയാണ് അവിടെ പുംഡി എന്ന് പറയുന്നത് കേട്ടോ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണുകളും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകൾ അവിടെ എന്ത് പറയുന്നു? പുംഡി എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് നദീവ്യൂഹങ്ങളെയാണ് കേട്ടോ ഇവിടെ നോക്കാൻ പോകുന്നത്. മാനസരോവർ തടാകത്തിനടുത്ത് ബോഗർച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ഏതൊക്കെയാണ്? സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും. ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി. ഗംഗാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി. ഇത്രയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളെന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം എന്ന് നോക്കാം. മാനസരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് ഇത്രയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ബ്രഹ്മപുത്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ചെമയുങ്തുങ് ഹിമാനി എന്നാണ് കേട്ടോ. അതും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹങ്ങൾ. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? കരേവയാണ് കേട്ടോ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കരേവാസ് എന്നാണ് കേട്ടോ കിടക്കുന്നത്. കരേവാസ് എന്നാണേ, പക്ഷേ ചിലതിൽ കരേവ എന്നും കാണപ്പെടുന്നുണ്ട്. കുങ്കുമപ്പൂ കൃഷിക്ക് യോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? കരേവ അല്ലെങ്കിൽ കരേവാസ്.
വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്രജനത നടത്തി വരുന്ന കൃഷിയാണ് മാറ്റ കൃഷി എന്ന് പറയുന്നത് കേട്ടോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയരായിട്ടുള്ള ഗോത്രജനത നടത്തി വരുന്ന കൃഷികളെ എന്ത് പറയുന്നു? മാറ്റ കൃഷി എന്നാണ് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗത്തെയാണ് ഗുജ്ജർ എന്ന് പറയുന്നത് കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ നമ്മൾ പറഞ്ഞല്ലോ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, അപ്പോൾ അത്രയും ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ വിഭാഗത്തെ എന്ത് പറയുന്നു? ഗുജ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ഗുജ്ജർ. എവറസ്റ്റ് കീഴടക്കിയത് ആരൊക്കെയാണ്? ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയുമാണ്. വർഷം കൂടെ ഓർത്തിരിക്കുക, 1953 മെയ് 29 കേട്ടോ. 1953 മെയ് 29 എവറസ്റ്റ് ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും കൂടെ കീഴടക്കുന്നത്. നമ്മുടെ SCERTയിലെ ലാസ്റ്റത്തെ പോർഷനാണ് കേട്ടോ അത്. ഇനി നമുക്ക് നോക്കാം ഉത്തര മഹാസമുദ്രത്തെക്കുറിച്ചിട്ട്. നമ്മൾ SCERTയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ് അല്ലേ. എവിടെ മുതൽ എവിടം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള അതിൻ്റെ വ്യാപ്തി എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ് കേട്ടോ. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഈ സമതലം വിശാലമായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ശരാശരി വീതി എത്രയാണ്? 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിൻ്റെ അതിരുകൾ എന്തൊക്കെയാണ്? വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ് കേട്ടോ. അപ്പോൾ ഉത്തര മഹാസമതലത്തിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വടക്ക് ചോദിച്ചാൽ സിവാലിക് പർവ്വതനിരകൾ. ഉത്തര മഹാസമതലത്തിൻ്റെ വടക്ക് എന്താണ്? സിവാലിക് പർവ്വതനിരകളും തെക്കെന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായിട്ടുള്ള വടക്കൻ അതിരുകളുമാണ്. ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഏറെ അനുയോജ്യമായിട്ടുള്ള മേഖലയായിട്ട് തീർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? സമതലത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാണ് എന്തിന് അവിടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മേഖലയായി തീരാൻ വേണ്ടിയുള്ള കാരണമെന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ഇവയെ 4 പ്രാദേശിക വിഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തര മഹാസമതലത്തെ എങ്ങനെയാണ്? നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്ന നിലയിൽ 4 പ്രാദേശിക വിഭാഗങ്ങളാക്കിയിട്ട് തരംതിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ആദ്യത്തേതാണ് രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത് കേട്ടോ. ഉത്തര മഹാസമതലത്തിലെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ടാണ് രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. താർ മരുഭൂമി ഉൾപ്പെടുന്ന സമതലമാണ് രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ താർ മരുഭൂമിയുടെ 2/3 ഭാഗവും ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. ലൂണിയാണ് ഈ സമതലത്തിലെ പ്രധാന നദി. രാജസ്ഥാൻ സമതലം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലേ ലൂണിയാണ്. സാമ്പാർ, ദിദ്വാന, സർഗോൾ എന്നിവ ഈ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. അപ്പോൾ സാമ്പാർ, ദിദ്വാന, സർഗോൾ എന്നിവ എന്താണ്? ഉപ്പ് തടാകങ്ങളാണ്. എവിടുത്തെയാണ്? രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. അപ്പോൾ ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് പഞ്ചാബ് ഹരിയാന സമതലം. അത് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗം ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലമാണ്. അടുത്തതാണ് ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണ്? ഗംഗാ സമതലമാണ്.
ഇനി അടുത്തതാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് എക്കൽ വിശറികളാൽ സമൃദ്ധമാണ്. ബ്രഹ്മപുത്ര സമതലം എന്താണ്? എക്കൽ വിശറികളാൽ സമൃദ്ധമാണ്. നമ്മുടെ SCERT ബുക്കിൽ അതിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു വിശറി പോലെ, അതുകൊണ്ടാണ് അതിനെ എക്കൽ വിശറി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ അവിടുന്ന് വരുന്ന നദികളുടെ ഒഴുക്ക് എന്ത് ചെയ്യും, നമ്മളിങ്ങോട്ട് കയറുമ്പോൾ പെട്ടെന്ന് കുറയും. അപ്പോൾ അവർ കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ വിക്ഷേപിച്ചിട്ട് അതൊരു എക്കൽ വിശറി പോലുള്ള രൂപത്തിലേക്ക് വരും. അവർ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു വിശറി രൂപത്തിൽ അവിടെ നിക്ഷേപിക്കപ്പെടും, ഒഴുക്ക് കുറയുന്നത് കൊണ്ട്. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, ഈ എക്കൽ വിശറി എന്ന് പറഞ്ഞിട്ടുള്ള സമതലം അവിടെ രൂപപ്പെടും. ഈ വിശറിയുടെ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് എക്കൽ വിശറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏതിൻ്റെയാണ്? നമ്മളുടെ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിലെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഉത്തരേന്ത്യൻ സമതലത്തെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് ഉത്തര മഹാസമതലത്തിലെ 4 പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. ഇനി ആ ഒരു സമതലത്തിലെ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ്. ഈ മേഖലകളിൽ ഓരോന്നിൻ്റെയും സവിശേഷത നമുക്ക് നോക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു? ബാബർ എന്നാണ് പറയുന്നത്. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട്, അതായത് നേരെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറക്കല്ലുകളും നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഈ സമതല ഭാഗം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങൾ ദൃശ്യമാകുന്നില്ല. അപ്പം നദികൾ ബാബർ പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നില്ല. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ട് അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ബാബറാണ്. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായിട്ട് ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഒരു ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്താണ്? നദികൾ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളെ എന്ത് വിളിക്കുന്നു? ടെറായി എന്നാണ് വിളിക്കുന്നത്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ എവിടെ കാണുന്നു? ടെറായിലെ പിന്നീട് കാണാൻ സാധിക്കുന്നു. ടെറായി മേഖലയിൽ സമ്പുഷ്ടമായിട്ടുള്ള സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. അപ്പോൾ ബാബർ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന നദികൾ പിന്നെ പ്രത്യക്ഷമാകുന്നത് എവിടെയാണ്? ടെറായി ഭാഗത്താണ് അല്ലേ. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. ടെറായി മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടിട്ടുള്ളൊരു സമതല ഭാഗം ഏതാണ്? എക്കൽ സമതലങ്ങളാണ്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്ത് വിളിക്കുന്നു? ബങ്കർ എന്നാണ് വിളിക്കുന്നത്. പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്ത് വിളിക്കുന്നു? ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നും അറിയപ്പെടുന്നു. പുതിയ ഗാദറും പഴയ ബങ്കറും, ഇങ്ങനെ ആലോചിച്ചാൽ മതി. പുതിയ ഗാദറും പഴയ ബങ്കറും. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റുകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. അപ്പോൾ ഗാദറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ, ഇതെല്ലാം എന്തിൻ്റെ സവിശേഷതയാണ്? ഗാദറിൻ്റെ സവിശേഷതയാണ്. ഗാദറിൻ്റെ അല്ല, എക്കൽ സമതലങ്ങളുടെ സവിശേഷതയാണ്. നദീജന്യ ദ്വീപുകളും മണൽ വരമ്പുകളും ഡെൽറ്റകളും ഒക്കെ എന്താണ്? എക്കൽ സമതലത്തിൻ്റെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങളും എന്നിവയും എന്ത് ചെയ്യുന്നുണ്ട്? എക്കൽ സമതലത്തിലെ സവിശേഷതകളായിട്ട് പറയുന്നുണ്ട്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ മുതലായവയും നദീജന്യ ദ്വീപുകളും മണൽ വരമ്പുകളും ഡെൽറ്റകളും ഒക്കെ എന്താണ്? എക്കൽ സമതലത്തിൻ്റെ സവിശേഷതയാണ്.
മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാൻ മരുഭൂമിയുടെ പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റുകൾ എന്ത് വിളിക്കുന്നു? ലൂ എന്നാണല്ലേ വിളിക്കുന്നത്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതാണ് അല്ലേ. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാൻ മരുഭൂമിയുടെ പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റുകൾ എന്ത് വിളിക്കുന്നു? ലൂ എന്നാണ് വിളിക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാന മഴക്കാലം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ഉത്തരേന്ത്യൻ സമതലത്തിലെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത് എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ആ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്ന പ്രതിഭാസത്തെ എന്ത് പറയുന്നു? ഒക്ടോബർ ചൂട് എന്നാണ് കേട്ടോ പറയുന്നത്. ഡിഗ്രി ലെവലിന് ചോദിച്ചിട്ടുള്ളതാണിത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്ന പ്രതിഭാസത്തെ എന്ത് പറയുന്നു? ഒക്ടോബർ ചൂട് എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലേ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഖാരിഫ്, റാബി, സെയ്ദ്, നമ്മുടെ കാർഷിക കാലങ്ങൾ. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. പഠിച്ചേക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ഏതാണ്? റാബിയാണ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ഏതാണ്? റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം ഏതാണ്? സെയ്ദാണ്. സായിദ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയ്ദ് എന്നും കാണുന്നുണ്ട് കേട്ടോ. സെയ്ദ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം. ഈ 3 പോയിന്റുകളൊന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫാണ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലം ഏതാണ്? റാബിയാണ്. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം ഏതാണ്? സെയ്ദാണ്. ഈ 3 പോയിന്റും എഴുതി വെച്ചേക്കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നമുക്ക് കാർഷിക കാലങ്ങളൊന്ന് നോക്കാവേ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇത് പഠിക്കേണ്ട ടേബിളാണ് കേട്ടോ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഏതൊക്കെയാണ്? നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര മുതലായവയാണ് കേട്ടോ ഇതിൽ പെടുന്നത്. ഖാരിഫിൽ ഏതൊക്കെയാണ്? ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. ഖാരിഫിൽ ഏതൊക്കെയാണ് പെടുന്നത്? നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫിൻ്റെ കാലയളവെന്ന് പറയുന്നത്. അടുത്തതാണ് റാബി. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് അതിൻ്റെ കാർഷികകാലം. ഒക്ടോബർ മുതൽ മാർച്ച് വരെ. ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നു? വിളവിറക്കിയിട്ട് മാർച്ച് അവസാനമാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? വിളവെടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവ. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്, അതുപോലെ തന്നെ ബാർലി മുതലായവ. അടുത്തതാണ് സെയ്ദ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് അതിൻ്റെ കാർഷികകാലം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവ. അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത് പച്ചക്കറി, പഴങ്ങളാണ് അല്ലേ. കാലിത്തീറ്റയും കൂടെ ഓർത്ത് വെച്ചേക്കണേ. കാലിത്തീറ്റ എന്തിൽ പെടുന്നു? സെയ്ദ് കാർഷിക കാലത്തിലാണ് കേട്ടോ പെടുന്നത്. സെയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെ കേട്ടോ. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവ. ഇത് ഇമ്പോർട്ടൻ്റ് ടേബിളാണ്, പഠിച്ചേക്കണേ. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണത്തിന് സമാനമായിട്ടുള്ള ആകൃതിയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഇത് നമ്മുടെ SCERT-യിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമി നമ്മുടെ ഡെൽറ്റയുടെ ആകൃതിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഡെൽറ്റയുടെ ആകൃതി ഏതാണ്? ത്രികോണമാണ് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണ സമാനമായത്. ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കുറ്റാലം. മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ദുവാന്തർ ആണ് കേട്ടോ. മാർബിൾ ഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ദുവാന്തർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. രണ്ടാമത്തെയാണ് ബരേഹി പാനി എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ബരേഹി പാനിയാണ്. ആദ്യത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? കുഞ്ചിക്കൽ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിലിക്കയാണ് അല്ലേ. എല്ലാവർക്കും അറിയാം ചിലിക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് ചിൽക്ക എന്ന് പറയുന്നത്. അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്?
വൂളാറാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വൂളാർ. രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് കൊല്ലേരു ആണ് കേട്ടോ. രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് ഏതാണ്? കൊല്ലേരു ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണ്? സാമ്പാർ തടാകമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സാമ്പാർ തടാകമാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹുസൈൻ സാഗറാണ് കേട്ടോ. ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, BYക്കാണ്. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകം ഏതാണ്? ഹുസൈൻ സാഗറാണ്. നമുക്ക് നമ്മുടെ SCRTയിൽ കിടക്കുന്ന പ്രാദേശിക വാതകങ്ങൾ എങ്ങനെ പഠിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകൾ എന്ത് പറയുന്നു? പ്രാദേശിക വാതകങ്ങൾ എന്നാണ് പറയുന്നത്. പ്രാദേശിക വാതകങ്ങളിലേറെയും എന്താണ്? കാലികമാണ്. അതാത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് പ്രാദേശിക വാതകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പഠിക്കാം കേട്ടോ. ലു ഏതാണ്? എവിടെയാണ് വീശുന്ന പ്രദേശം? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്നതാണ് കേട്ടോ. എന്താണ്? ഉഷ്ണക്കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലു ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലു ആണ്. അടുത്തതാണ് വരണ്ട ഉഷ്ണക്കാറ്റ്. അത് ഏതാണ്? ചിനൂക്കാണ്. എവിടെ വീശുന്നു? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചിനൂക്കാണ്. ഒന്നും കൂടെ പറയാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ചിനൂക്കാണ്. ഇനി യൂറോപ്പിലെ ആൽസ് പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത് കേട്ടോ. യൂറോപ്പിലെ ആൽസ് പർവ്വത ചെരുവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഫൊന്നാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കൊടും ചൂടിന് ശമനമേകുന്ന കാറ്റ് പ്രാദേശികവാദമാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത് കേട്ടോ. ഹർമാറ്റൻ ഡോക്ടർ എന്ന പ്രാദേശിക നാമത്തിലൊക്കെ അറിയപ്പെടുന്നതാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഈ ചിനൂക്കിനെ മഞ്ഞുതീനി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മഞ്ഞുതീനി. അപ്പോൾ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലൂടെ വീശുന്ന എന്താണ്? കൊടും ചൂടിന് ശമനമേകുന്ന പ്രാദേശികവാദം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹർമാറ്റൻ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ലൂവും ചിനൂക്കും ഫൊന്നും ഹർമാറ്റനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് SCRTയിൽ കിടക്കുന്ന പ്രാദേശികവാതകങ്ങളാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിൽ ഏത് കാലവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് കാലവുമായിട്ടാണ്? ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിൽ ഏത് കാലവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മൗസിൻ റാം, ചിറാപുഞ്ചി എന്നീ സ്ഥലങ്ങളിൽ വർഷം തോറും മഴയ്ക്ക് കാരണമാകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശാഖ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് അല്ലേ. മൗസിൻ റാം, ചിറാപുഞ്ചി എന്നീ സ്ഥലങ്ങളിൽ വർഷം തോറും മഴയ്ക്ക് കാരണമാകുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശാഖയാണ് ഏത് എന്ന് പറയുന്നത്? ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. നമ്മുടെ 2025-ലെ 26-ലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലമാണ് അല്ലേ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ സി ലൂണിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി ഏതാണ്? ഓപ്ഷൻ ഡി പരുത്തിയാണ് കേട്ടോ. കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തിയാണ്. കറുത്ത മണ്ണിൻ്റെ വേറെ പേരേതാണ്? റിഗർ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മേഘാലയയിലാണ് കേട്ടോ. മൗസിൻ റാം എവിടെയാണ്? മേഘാലയയിലാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്.
ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേത്? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമേതാണ്? ഓപ്ഷൻ സി സോജിലയാണ് കേട്ടോ. ശ്രീനഗർ ടു കാർഗിൽ ഏതാണ്? സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം. ഓപ്ഷൻ എ ഖാരിഫ് ആണ് കേട്ടോ. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ. ഓപ്ഷൻ ബി നാഷണൽ വാട്ടർവേ 2 ആണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയിലാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? സാദിയ മുതൽ ധൂബ്രി വരെയാണ് നാഷണൽ വാട്ടർവേ 2 നീണ്ടുകിടക്കുന്നത്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഇതൊക്കെ പഠിക്കണം കേട്ടോ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ 3 എണ്ണവും എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് കേട്ടോ. സൗരോർജം, ജൈവവാതകം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഇവയെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. കര അതിർത്തിയാണ് ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഓപ്ഷൻ ഡി ആണ്. ഇത് 4 എന്താണ്? ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലേ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശാണ് കേട്ടോ. മണികരൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലെ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഓപ്ഷൻ എ ഉത്തര മഹാസമതലമാണ് കേട്ടോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഓപ്ഷൻ എ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമേറിയതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഓപ്ഷൻ എ ഉത്തരായന രേഖ 23.5 നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഓപ്ഷൻ ബി NH44 ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ ആണ് കേട്ടോ. മുംബൈ ടു മാംഗ്ലൂരിനെയും തമ്മിൽ, മുംബൈനെ ബാംഗ്ലൂരുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? കൊങ്കൺ റെയിൽവേ ആണ്. നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 2-ൽ നമ്മൾ വ്യവസായവും റോഡ് നമ്മുടെ ഗതാഗതവും നോക്കാനുണ്ട്. അത് ഞാൻ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50-60 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു റാപ്പിഡ് റിവിഷൻ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഓപ്ഷൻ എ ഗംഗ. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ഓപ്ഷൻ ഡി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല. ഓപ്ഷൻ ബി പാലക്കാട്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്?
ലഡാക്കും സസ്കറുമാണ് അല്ലേ. ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതൊക്കെയാണ്? ലഡാക്കും സസ്കറും. ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സിവാലിക് ആണ് കേട്ടോ. ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്കേതാണ്? സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ഡി വിഴിഞ്ഞത്താണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? വിഴിഞ്ഞത്ത്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ രാജസ്ഥാനാണ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഓപ്ഷൻ ബി നാഗ്പൂർ ആണ് കേട്ടോ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? ഓപ്ഷൻ സി കാവേരിയാണ് കേട്ടോ. കാവേരിയാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണ്? കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലഭൂയിഷ്ടി കുറവാണ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ എന്ത് പറയുന്നു? ഗാദർ. പഴയതാണെങ്കിലോ ബങ്കർ. കറുത്ത മണ്ണിനെ എങ്ങനെയും കൂടി വിളിക്കുന്നുണ്ട്? റിഗർ എന്നും വിളിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ എ മുംബൈയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിതമായി? മുംബൈ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഓപ്ഷൻ ബി ആന. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, ഉഷ്ണകാലം, ശൈത്യകാലം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം? ഓപ്ഷൻ ബി ഉഷ്ണകാലം. ഇതെന്താണ്? ഉഷ്ണകാലത്ത് ഉഷ്ണക്കാറ്റാണ് അല്ലേ. ലൂ എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണക്കാറ്റാണ്. ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഹാൾഡിയ ടു അലഹബാദ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം? ഓപ്ഷൻ ബി ഇലപൊഴിയും കാടുകളാണ് കേട്ടോ. ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണെന്നുള്ളത് തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവും ഉരുളക്കിഴങ്ങും ബാർലിയും കൃഷി ചെയ്യുന്നുണ്ട്. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഓപ്ഷൻ എ ഗോതമ്പാണ് കേട്ടോ. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യവിളയാണ്. റാബി വിളയാണ്.
10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ഇതിനാവശ്യമാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻ ഡി കിഴക്കൻ തീരസമതലമാണ് കേട്ടോ. കിഴക്കൻ തീരസമതലത്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. തഞ്ചാവൂർ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാവേരി നദീതീരത്താണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. ലിപുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിപുലേക്ക് ചുരം ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം എന്ന് പറയുന്നത്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിന്ധു, മഹാനദി, നർമ്മദ, പെരിയാർ. ഇതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3, 4 അറബിക്കടലിൽ പതിക്കുന്നത്. സിന്ധു, നർമ്മദ, പെരിയാർ. സിന്ധു, നർമ്മദ, പെരിയാർ അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഓപ്ഷൻ എ ആണ് ആൻസർ. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ദ്രാസ് ആണ് കേട്ടോ. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ഓപ്ഷൻ സി ലഡാക്ക്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്ക്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഓപ്ഷൻ സി നേപ്പാൾ. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അലഹബാദ് ടു ഹാൽഡിയ. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് ആണ് കേട്ടോ. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ജംഷഡ്പൂർ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം. ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ. ഓപ്ഷൻ എ ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം കേട്ടോ. ഭൂതല ഛായാഗ്രഹണമാണ് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ചിട്ട് പകർത്തുന്ന രീതി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം. ഓപ്ഷൻ എ ഇന്ദിര പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സ്ഥലം ഏതാണ്? ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു ഘടകം ഏതാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നില്ല? ഓപ്ഷൻ ബി ആണ് പശ്ചിമ അസ്വസ്ഥതയാണ് അല്ലേ ഇത് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, ഉയരം തുടങ്ങിയവയ്ക്ക് എന്താണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താരതമ്യേന വീതി കുറവാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. വീതി താരതമ്യേന കൂടുതലാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം നീളുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. താരതമ്യേന വീതി കുറവാണ്. അപ്പോൾ ബാക്കി രണ്ടെണ്ണതുവോ കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വ ഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. വീതി താരതമ്യേന കൂടുതൽ. ഇത് രണ്ടും ഏതാണ്? കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓപ്ഷൻ സി കാഞ്ചൻജംഗ. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സങ്കീർണമായ ഓർഗാനിക് പോളിമറുകളുടെ ഒരു വിഭാഗമാണിത്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലോഹ നിർമ്മാണത്തിലെ പ്രധാന ധാതു വിഭാഗമാണിത്. വളരെ മൃദുവായതും തവിട്ട് നിറത്തിലുള്ളതുമായിട്ടുള്ളൊരു അവസാദ ശിലയാണ് ലിഗ്നോസാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നോക്കിയാലോ. വ്യോമ അതിർത്തി, ജല അതിർത്തി, നമ്മൾ SCERTയിൽ ഒരു ബോക്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. വ്യോമ അതിർത്തി, ജല അതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ, ഇതെല്ലാം എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതാണ്. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികൾ കണ്ടുപിടിച്ചേ. ഓപ്ഷൻ എ ആണ് ആൻസർ. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് മുതലായവ എന്തിൻ്റെയാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ്. സിന്ധു നദീൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. ഓപ്ഷൻ സി നവംബർ മധ്യമാണ് കേട്ടോ. നവംബർ മധ്യത്തിലാണ് റാബി എന്ത് ചെയ്യുന്നത്? വിളയിറക്കുന്നത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം. ഓപ്ഷൻ ഡി മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. 1959 ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. ഓപ്ഷൻ ബി ആണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയാണ് കേട്ടോ. റൂർക്കേലയാണ് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായിട്ടുള്ള ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ബി ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളെയാണ് ഈ ഒരു സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അസം ഹിമാലയ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയത്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത്. ഓപ്ഷൻ ഡി നംചം ബർവയാണ് കേട്ടോ. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? നംചം ബർവ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതാണ്? കരീവ കേട്ടോ. കരേവാന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കരേവാസ്ന്ന് SCERT ബുക്കിൽ കിടക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ കരീവാന്നും കണ്ടു. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതാണ്? കരീവ അല്ലെങ്കിൽ കരേവ അല്ലെങ്കിൽ കരേവാസ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങളാണ് കേട്ടോ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്നൊരു ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അതിൻ്റെ ഓപ്ഷൻസ് പോയിട്ടുണ്ട്. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് അല്ലേ. നറൗറ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അപ്പം നമ്മൾ ഇന്നിവിടെ നമ്മുടെ മൊഡ്യൂൾ 2 ബന്ധപ്പെട്ടിട്ടുള്ള SCRT ഫാക്ടേഴ്സ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗതാഗതം, ഞാൻ പറഞ്ഞതുപോലെ ഗതാഗതം അതൊക്കെയാണ് വ്യവസായം, അതാണ് നോക്കാനുള്ളത്. അത് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ SCRT പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് SCRT എന്നുള്ളത്. മിക്കവാറും SCRT തന്നെ ആയിരിക്കും കേട്ടോ ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പോകുന്നത്. ബേസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം നന്നായിട്ട് പഠിക്കുക കേട്ടോ. കിട്ടുന്ന നോട്ട്സൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇനി നമുക്ക് മുന്നിലധികം സമയമില്ല. അപ്പോൾ ഈ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്